ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരുവചനത്തിലേക്ക് നമുക്ക് തിരിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 23 വരെ ഉള്ള വാക്യത്തിൽ നമ്മൾ കാണുന്ന അഭിഷേകം ചെയ്യുന്ന എണ്ണ അല്ലെങ്കിൽ തൈലം എങ്ങനെ അതിനെ ഉണ്ടാക്കണം, അതിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ്, ഒലിവ് ഓയില്, കറുകപ്പട്ട, വഴനയുടെ തൊലി, ഇതുപോലെ ചില കാര്യങ്ങൾ, അതിൻ്റെ തൂക്കവും എല്ലാം ഉപയോഗിച്ച് അതുണ്ടാക്കി നല്ല സുഗന്ധമുള്ള തൈലം ഉണ്ടാക്കണം. അതും വെറുതെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ പോരാ, ഒരു തൈലം ഉണ്ടാക്കുന്ന, പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുന്ന നല്ല അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർ വേണം അത് ഉണ്ടാക്കുമ്പം ചില കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതുപോലെ വേറൊന്ന് അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യരുത്, കോപ്പി ഉണ്ടാക്കരുത്. ഇതിന് ഉപയോഗിക്കുന്നത് ദേവാലയത്തിനകത്തെ എല്ലാ വസ്തുക്കളും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യണം. അത് തൊടുന്നതെല്ലാം വിശുദ്ധമായിരിക്കും. അതേപോലെ തന്നെ കൂടാതെ പറയുന്നത് അഹരോനും അഹരോൻ്റെ മക്കളുടെ മേലും ഈ അഭിഷേകത്തിൻ്റെ എണ്ണ തളിക്കണം. അത് അഹരോൻ്റെ തലയിൽ ഒഴിക്കണം. അതുപോലെ തന്നെ ഇത് തലമുറയായി ഇതൊരു അഭിഷേകത്തിൻ്റെ എണ്ണ തന്നെ ആയിരിക്കും, അത് വിശുദ്ധമായിരിക്കും. ഇതൊക്കെയാണ് 30-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് 30-ൻ്റെ 22 മുതൽ 23 വാക്യം നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വിശുദ്ധമായിരിക്കും എന്ന് പറയുന്നു. എങ്ങനെയാണ് ഒരു പെർഫ്യൂമർ ഇത് ഉണ്ടാക്കുമ്പോൾ അത് വിശുദ്ധമായിരിക്കുന്നത്? അതിനകത്ത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം, കാരണം ഇത് ദേവാലയത്തിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണയാണ്, തൈലമാണ്. ദേവാലയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് അത് വിശുദ്ധമായിരിക്കും. മത്തായി സുവിശേഷം 18:20 നമ്മൾ വായിക്കുന്നു, 1-2 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യയുണ്ട്. അപ്പോൾ ദൈവം ഉള്ളിടത്ത് ആ സ്ഥലം വിശുദ്ധമായിരിക്കും, അവിടെ ഉപയോഗിക്കുന്ന ഈ എണ്ണ വിശുദ്ധമായിരിക്കും. നമുക്ക് ഇതിനകത്ത് ചൂടൊന്ന് ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ അഭിഷേകം ചെയ്യുന്ന എണ്ണ അല്ലെങ്കിൽ തൈലം. സങ്കീർത്തനം 133:1 നമ്മൾ വായിക്കുന്ന ഒരു വിഷയമുണ്ട്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും, അത് അഹരോൻ്റെ തലയിൽ ഒഴിക്കുന്ന വിശുദ്ധ തൈലം, അനോയിൻറ്റിങ് ഓയിൽ അതുപോലെയാണെന്നും, അതുപോലെ തന്നെ ഹെർമോൻ പർവ്വതത്തിന് മേൽ വരുന്ന മഞ്ഞ് പോലെ, അതായത് വരാന്തരം പോലെ കിടക്കുന്ന ചുറ്റിലുമുള്ള പ്രദേശത്തിൽ ഹെർമോൻ്റെ മഞ്ഞ് കൊണ്ട് അവിടെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ ദൈവം ഒരു അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ സങ്കീർത്തനം 133:1 പറയുന്നത്. അപ്പം ഈ വിശുദ്ധ എണ്ണ എന്ന് പറയുന്നത് സഹോദരന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, ഇന്ന് പല കൂടിവരവുകളുണ്ട്, പല ചർച്ചുകളുണ്ട്, പല പള്ളികളുണ്ട്, അവിടെ എല്ലാം കൂടിവരവുകൾ നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്കൊരു പ്രത്യേകം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്, നമുക്കെല്ലാം ഈ കൂടിവരവുകളിൽ ഈ ഒരു സഭാജീവിതം എല്ലാവരും അനുഭവപ്പെടുന്നുണ്ട്, സഭാജീവിതം, ചർച്ച് ലൈഫ്. പക്ഷെങ്കിൽ അതിലൊക്കെ വ്യത്യാസമാണ്. നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ജീവിതം അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ലൈഫ്, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ആ ജീവിതം. അപ്പോൾ സഭാജീവിതവും യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഒരു ജീവിതം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ കുടിവരവുകൾ അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓരോ കുടിവരവ് തീരുമ്പോൾ, അതായത് കർത്തൃദാസൻ വചനത്തിൽ കൂടെ സംസാരിക്കുന്നു, പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്ന സമയത്ത് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ആ സംഭാഷണങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് സഭാജീവിതമാണോ അതോ ക്രിസ്തുവിൻ്റെ ശരീരത്തിനുള്ളിലെ ജീവിതമാണോ. അതായത് സഭാജീവിതം അല്ലെങ്കിൽ നമ്മുടെ കൂടി വരുന്ന ഈ ചർച്ച് ലൈഫിൽ മിക്കവാറും നടക്കുന്നതെല്ലാം ആ ചർച്ചയിൽ അല്ലെങ്കിൽ സംഭാഷണത്തിൽ ശ്രദ്ധിച്ചാൽ മതി. എല്ലായിടത്തും നടക്കുന്നത് ചർച്ചാ വിഷയം നാട്ടുകാര്യവും വീട്ടുകാര്യവുമായിരിക്കും, അല്ലെങ്കിൽ കുടുംബ പ്രസക്തി അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം, ഇതൊക്കെയായിരിക്കും
ആ ചർച്ചയിൽ. ഒരിടയ്ക്ക് ഒരു ദേവദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞാൻ ഗോവയിലായിരുന്നപ്പോൾ നല്ലൊരു ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. 40 മിനിറ്റ് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയപ്പോൾ പിന്നെ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നു, അല്ലെ ആവോലി ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ആവോലി വാങ്ങിച്ചു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ദേവദാസൻ 40 മിനിറ്റ് ദൈവവചനത്തിൽ നിന്ന് ഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-40 മണിക്കൂറെങ്കിലും ഇതിൻ്റെ പിന്നാലെ ചിലവഴിച്ചിട്ട് കാണും. അതെല്ലാം ദൈവജനത്തിന് വിളമ്പി കഴിയുമ്പോൾ പിന്നെ ചർച്ചാ വിഷയം കുടിവര് കഴിയുമ്പോൾ നാട്ടുകാരവും വീട്ടുകാരിയുമാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട. സഭാജീവിതവും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഉള്ളിലെ ജീവിതവും തമ്മിൽ രണ്ടാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 1 പത്രോസ് 2:5 പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ കുടിവരവുകളിലെല്ലാം അവിടെ ഒരു വിശുദ്ധ ഒരു ഗ്രഹമായിട്ട് ഒരു പണി നടക്കുന്നുണ്ട്. എന്ത് വെച്ചാണ് ഈ പണി നടക്കുന്നത്? ജീവനുള്ള കല്ല് വെച്ച് ആരാണ് പണി ചെയ്യുന്നത്? ക്രിസ്തു തന്നെയാണ് പണി ചെയ്യുന്നത്. ക്രിസ്തു പണി ചെയ്യുമ്പോൾ അതിനകത്ത് ആത്മീയ യാഗങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരു വിശുദ്ധ പുരോഹിത വംശം ആണ് നമ്മൾ കൂടി വരുമ്പോഴെല്ലാം നമ്മുടെ കൂടിവരവിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു പണി അവിടെ നടക്കുന്നുണ്ട്. വെറുതെ കെട്ടിടം പണിയുമല്ല, ജീവനുള്ള കല്ല് വെച്ചുള്ള പണിയാണ്. അതുപോലെ തന്നെ 1 പത്രോസ് 2:9 നമ്മൾ കാണുന്ന ഒരു വിഷയം, ഈ പുരോഹിത വംശം എന്ന് പറയുന്നത് രാജകീയമായ പഴയ നിയമത്തിലെ പോലെ അല്ല, രാജകീയമായ പുരോഹിത വംശം, റോയൽറ്റി ആണ് നമ്മളെ അണിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൂടിവരവുകളിൽ റോയൽറ്റി അണിയിച്ചിരിക്കുന്ന പുരോഹിത വംശം കൂടി വരുമ്പോൾ നാട്ടുകാര്യവും വീട്ടുകാര്യവുമാണോ സംഭാഷണം? നമ്മുടെ കൂട്ടായ്മയെന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ സംസാരം എന്താണ്, അല്ലെ നമ്മുടെ ചർച്ചകൾ എന്താണ്? കൂടി വരുമ്പോൾ നാട്ടുകാരും വീട്ടുകാരുമാണോ, അതോ തിരുവചന പ്രകാരം ഉള്ള സംഭാഷണമാണോ? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:20 കാണുന്നത് ഈ പണി നടക്കുന്നത് മനുഷ്യരുടെ മേലുള്ള പണിയല്ല, അതിനൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ക്രിസ്തു ആകുന്ന മൂലക്കല്ലാണ്. അതിൻ്റെ മേലെ അപ്പോസ്തലന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും അങ്ങനെയാണ് പണി തുടങ്ങിയത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് ഈ പണി തുടങ്ങിയത്. പക്ഷെങ്കിൽ ആ പണി പലപ്പോഴും നടക്കുമ്പോൾ ഈ ചർച്ച് ലൈഫ് കയറി വരുന്നുണ്ട്. സഭാജീവിതം ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നുള്ളൊരു ബോധമില്ലാതെ ചർച്ചയും അതുപോലെ തന്നെ സഹോദരന്മാരും കൂടി വരുമ്പോഴുള്ള പെരുമാറ്റത്തിലെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സഭാജീവിതമാണോ അതോ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ജീവിതമാണോ? അപ്പോസ്തല പ്രവൃത്തി 2:32 നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കൂടി വരുമ്പോൾ അതിൻ്റെ ചർച്ചയിൽ നടക്കുന്നത് കൃപയുടെ വചനമുണ്ടോ എന്നാണ്. കൃപയുടെ വചനം അപ്പോസ്തല പ്രവൃത്തി 2:32 പറയുന്നു, ഐ കമൻഡ് യു ടു ഗോഡ്, ദൈവത്തിന് പരമേൽപ്പിക്കുന്നു കൃപയുടെ വചനം കൊണ്ടാണ് ഈ പണി നടക്കാൻ സാധിക്കുന്നത്. കൃപയുടെ വചനമില്ലെങ്കിൽ പണി നടക്കത്തില്ല. തന്നെയല്ല, ഈ പണി നടക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു അവകാശം കൂടെ, വിശുദ്ധന്മാരുടെ മധ്യയിൽ ഒരു അവകാശം കൂടെ ദൈവം അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ കൃപയുടെ വചനമില്ലെങ്കിൽ, നമ്മുടെ സംഭാഷണത്തിൽ കൃപയുടെ വചനമില്ലെങ്കിൽ എങ്ങനെ പണി നടക്കും? 1 കൊരിന്ത്യർ 14:19 നമ്മൾ വായിക്കുന്നത്, കൂടി വരുമ്പോൾ മനുഷ്യന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള 5 വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു പഠനം നടക്കുന്നുണ്ട്. അവിടെ അന്യഭാഷയെക്കുറിച്ചൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അന്യഭാഷ. ശരിക്കും പറഞ്ഞാൽ അന്യഭാഷ എന്നുള്ള മലയാളം തർജ്ജിമ അല്ല, ഈ ഇംഗ്ലീഷിൽ പറയുന്ന അൺനോൺ ടങ്, അല്ലെങ്കിൽ അതായത് അറിയാൻ വയ്യാത്ത ഭാഷ എന്നാണ് വരേണ്ടത്. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അന്യഭാഷകളും അല്ല നമ്മുടെ വിഷയം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ഈ
വിശുദ്ധ തൈലം പോലാണെന്നാണ്. 1 കൊരിന്ത്യർ 8:1-3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ചില സമയത്ത് ഈ കൃപയുടെ വചനങ്ങൾ അറിവ് വർദ്ധിക്കാൻ വേണ്ടിയല്ല. കാരണം അറിവ് എന്ന് പറഞ്ഞാൽ, നോളേജ് എന്ന് പറയുന്നത് നമ്മുടെ നിഗളം കൂടും. നിഗളം കൂടി കഴിയുമ്പോഴത്തേന് അവിടെ കെട്ടുപണി നടക്കത്തില്ല. നേരെ മറിച്ച് വമ്പ് പറയുന്നതും അല്ലെങ്കിൽ ഈ നിഗളത്തിൻ്റെ ഒരു പ്രകടനം മാത്രമായിരിക്കും. കാരണം നമ്മൾ ഒന്നിച്ച് കൂടുന്നുണ്ട്. ഈ പരിജ്ഞാനം അല്ലെങ്കിൽ അറിവ് വർദ്ധിക്കാൻ വേണ്ടി അല്ല, നേരെ മറിച്ചത് ഇവിടെ നടക്കുന്നത് സ്നേഹത്തിൽ കെട്ടുപണി നടക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അറിയാനുള്ള ഒരു മേഖലയാണ് ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഒരു ജീവിതം. സഭാജീവിതത്തിൽ അത് നടക്കത്തില്ല. സഭാജീവിതത്തിൽ നടക്കുന്നത് കെട്ടുപണിയല്ല, നേരെ മറിച്ചത് അവിടെ നടക്കുന്ന ഡിമോളിഷിങ്ങാണ്. അല്ലാതെ ഡിമോളിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുപണിക്ക് നേരെ വിപരീതമായിട്ട് ജീവിതങ്ങൾ തകരുന്നതാണ് നമ്മൾ ഈ സഭാജീവിതത്തിൽ കാണുന്നത്. ആത്മീയ വർധന അവിടെ നടക്കുന്നില്ല. എബ്രായ ലേഖനം 3:13 പറയുന്നത് അന്യോന്യം നമ്മൾ കൂടി വരുമ്പോൾ അന്യോന്യം പ്രബോധിപ്പിക്കും. എക്സോട്ട് എന്തിനു വേണ്ടിയാണ്? കാരണം പാപത്തിൻ്റെ ചതി ഒഴിവാക്കാൻ വേണ്ടി. പാപത്തിൻ്റെ ചതി ഒഴിവാക്കാൻ അന്യോന്യം പ്രബോധിപ്പിക്കണം. കൃപയുടെ വചനമില്ലാതെ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആത്മീയ വർധന അല്ലെങ്കിൽ പ്രബോധനം നടക്കും? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4:6 നമ്മൾ പറയുന്നത് ലെറ്റ് യുവർ സ്പീച്ച്, ഓരോ വാക്കുകളും കൃപയിൽ നിറഞ്ഞതാകട്ടെ, അല്ലെ കൃപയിൽ ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി വിത്ത്. കൃപയല്ലാത്തൊരു വാക്കുകളും ഉച്ചരിക്കാൻ സഭാജീവിതത്തിൽ പറ്റും. പക്ഷെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ജീവിതമാണെന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. കാരണം ഉപ്പിനാൽ സീസൺ എന്താണ് ഈ ഉപ്പിൻ്റെ പ്രത്യേകത? ഉപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അളിയത്തില്ല. ഉപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്, ഒന്ന് രുചിക്ക് വേണ്ടിയാണ്, കൂടാതെ ഭക്ഷണ സാധനങ്ങൾ അളിഞ്ഞു പോകത്തില്ല. അപ്പം നമ്മുടെ കൂടിവരവുകളൊക്കെയും ഉപ്പിനാൽ രുചികരമായ കൃപയുടെ വചനങ്ങളാകുമ്പോൾ അവിടെ ഡീക്കെ അല്ലെ അശുദ്ധമായതിന് സ്ഥാനമില്ല. യെശയ്യാ പ്രവചനത്തിൽ 50:4 പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ശിഷ്യൻ്റെ നാക്ക് നീ എനിക്ക് തന്നിരിക്കുന്നു. എന്താണ് ശിഷ്യന്മാരുടെ നാക്കിൻ്റെ പ്രത്യേകത? ശിഷ്യൻ്റെ നാക്കിനെ പറയാൻ സാധിക്കത്തുള്ളൂ. യെശയ്യാ 1:1 പറയുന്ന ഒരു വാചകമുണ്ട്, ഇതാ ഞാൻ അടിയൻ, ഇതാ എന്നെ അയക്കുക. അതായത് ദൈവത്തിന് 10 പേരെ സുവിശേഷത്വം അറിയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഒരു ചർച്ച ചെയ്യുകയാണ്, ആരെ അയക്കും, ആര് ഞങ്ങൾക്ക് വേണ്ടി പോകും. ഒരു ശിഷ്യൻ്റെ നാക്കിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, അടിയൻ ഇതാ ഞങ്ങളെ അയക്കണം. എവിടാണ് ഈ ശിഷ്യൻ്റെ നാക്ക് കിട്ടുന്നത്? എവിടാണ് അതുപോലത്തെ നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്? സഭാജീവിതത്തിലല്ല, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ജീവിതത്തിൽ. കൂടാതെ ഓരോ സത്യങ്ങൾ ഈ നമ്മുടെ കുടിവരവുകളിൽ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ അവിടെ പ്രത്യേകം ഒരു ഘടകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:15-16 നമ്മൾ കാണുന്നത് സ്നേഹത്തിൽ സത്യം പ്രസ്താവിക്കുക. പലപ്പോഴും സത്യം പ്രസ്താവിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ കെട്ടുപണി എങ്ങനെ നടക്കും? നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണെന്ന് പറയുന്നു എഫെസ്യർ 4:15-16. ആ ഓരോ അവയവങ്ങൾ ഒന്നിച്ച് ജീവിതം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നേഹമില്ലെങ്കിൽ കെട്ടുപണി എങ്ങനെ നടക്കും? അല്ലെ പ്രബോധനം എങ്ങനെ നടക്കും? എൻകറേജ്മെൻറ്റ് എങ്ങനെ നടക്കും? ആത്മീയ വർധന എങ്ങനെ നടക്കും? അതിനാണ് സ്നേഹത്തിൽ സത്യം പ്രസ്താവിക്കാന്ന്. പലപ്പോഴും ഒരു ചിന്തിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും നമ്മൾ സത്യം പ്രസ്താവിക്കുമ്പോൾ ദൈവജനവും ദൈവദാസന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്നേഹത്തിലാണോ സത്യം പ്രസ്താവിക്കുന്നതെന്ന്. എബ്രായ ലേഖനം 10:24-25 കാണുന്ന ഒരു കാര്യമുണ്ട്. ലെറ്റ്സ് കൺസിഡർ ഹൗ ടു എൻകറേജ്. എങ്ങനെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാം എന്ന് നമ്മൾ
ചിന്തിക്കാം. എവിടെ? സഭാജീവിതത്തിലല്ല, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ജീവിതം. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ജീവിതമാണെന്നുള്ള ഒരു ബോധമുണ്ടെങ്കിലേ എബ്രായർ 10:25 അതിനെ ഗവനിക്കാതിരിക്കത്തില്ല. ഇവിടെ പറയുന്നത് ചിലർ നമ്മുടെ കൂടിവരവുകളിൽ ചിലർ അതിനെ നിസാരമെന്ന് കണ്ടിട്ട് ആരാധനയ്ക്ക് പോലും വരുന്നില്ല. കൂടിവരവുകളിൽ അതുകൊണ്ടാണ് കൂടിവരവുകളിൽ സാധാരണഗതിയിൽ ജെന്യുവനായിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ പോട്ടെന്ന് പറയാം. പക്ഷെങ്കിൽ ഇന്ന് പോകാൻ ഒരു മൂഡില്ലായിരുന്നു, അല്ലെങ്കിൽ കൂടെ വരാൻ ഒരു മൂഡില്ലായിരുന്നു പലപ്പോഴും. അല്ല ഇന്ന് എപ്പോഴും വരുന്നതല്ലേ, ഇന്ന് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തേക്കാം. അബാൻഡനിങ് അവർ മീറ്റിംഗ് ടുഗെദർ. നമ്മുടെ കൂടിവരവിനെ നിസാരമെന്ന് കണ്ടിട്ട് അത് വേണ്ട, അതിന് പ്രയോറിറ്റി വേറെയാണ്. പ്രയോറിറ്റീസ് വേറെ വെച്ചിട്ട് അബാൻഡൻ ചെയ്യുക. അത് വരാതിരിക്കാൻ അന്യോന്യം നമ്മൾ എൻകറേജ് ചെയ്യാനായിട്ടാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ജീവിതം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ജീവിതമാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അഹരോൻ്റെ തലയിൽ ഒഴിക്കുന്ന സുഗന്ധ തൈലം പോലെ ആയിരിക്കും. ദേശമെല്ലാം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയും. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വിഷയമുണ്ട്. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം ലോകമെമ്പാടും അറിയുന്നു. അതെങ്ങനെ അറിഞ്ഞു? സഭാജീവിതത്തിൽ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നുള്ള ബോധത്തോടുള്ള നമ്മുടെ കൂടിവരവുകളിൽ മാത്രമേ ഈ സംഗതി നടക്കത്തുള്ളൂ. ലോകം ക്രിസ്തുവിനെക്കുറിച്ച് അറിയത്തുള്ളൂ. നമ്മൾ അറിയാതെ തന്നെ ലോകം സുവിശേഷം അറിഞ്ഞിരിക്കും. നമ്മൾ കൂടി വരുമ്പോൾ ഉള്ള ക്രിസ്തുവിൻ്റെ ഒരു വാചകം കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തു പറഞ്ഞത്, ബൈ ദിസ് യു ഷാൽ നോ യേ ആർ മൈ ഡിസൈപ്പിൾസ്. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമേ ഇങ്ങനെ അറിയും. എങ്ങനെ? നമ്മൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ. വെൻ വി ലവ് വൺ അനദർ. ചിന്തിക്കുക. കൂടുതലായിട്ട് ഈ സുഗന്ധ തൈലം പഴയ നിയമത്തിലെ ഒരു അധ്യായമാണെന്ന് പറഞ്ഞാലും നമ്മളാണ് ഈ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ ശരീരമായ അംഗങ്ങളായ മണവാട്ടി സഭയ്ക്കാണ് അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നിച്ച് കൂടി വരുമ്പോൾ ഉള്ള ആ പ്രത്യേകത, ദൈവജനത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആ ശരീരത്തിലെ ജീവിതം, ആ ജീവൻ, ആ സ്നേഹം, ആ കെട്ടുറപ്പ്, അല്ലെങ്കിൽ ആ പണി, ആ അന്യോന്യം എൻകറേജിങ് പ്രബോധനം, ആത്മീയ വർധന വരുത്തുന്നത്, ഇതെല്ലാം നടക്കുന്നത് ഈ തൈലം പോലാണ്, സുഗന്ധമുള്ള തൈലം പോലെ. ഈ വചനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്.